എൻ്റെ ദൈവമേ, നമ്മുടെ നീരൂട്ടി എന്നാ കളിയാണെന്നറിയോ. ഈ സോഫേൻ്റെ അടിയിലായിരുന്നേ. പിന്നെ ഞാനും ദിവസം കൂടെ ഇവിടെ സേവനവാരമായിരുന്നു ഇന്ന്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇതുകൊണ്ടുള്ള കളി കാണണം. എന്നാ രസമാണെന്നറിയോ. അങ്ങോട്ടേക്ക് വെച്ചോ, അങ്ങോട്ടേക്ക്. അങ്ങനെ അല്ല, അത് നേരെ തിരിച്ച് അങ്ങോട്ട് വെക്കാം. അങ്ങനെ എന്നിട്ട് ആ ബോളും എടുത്തേ ഉരുട്ടടി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉരുട്ടി കളിക്കാം. അന്നേരം അവള് എവിടെ നീലു എന്നാ. അയ്യോ, ആഹാ, ഭയങ്കര രസമാണ് കേട്ടോ ഇത്. ഷോടാ, അങ്ങ് പോയി. കൊണ്ട് തട്ടിക്കൊണ്ടോ. അയ്യോ, തട്ടിക്കളി. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞാൻ ഇന്നൊരു നല്ലൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. നാടൻ പാട്ട് പോലെയാണ് അതിൻ്റെ ഒരു ഈണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനത് പാടും. ലൈവിൽ പാടണോ അല്ലാതെ പാടിയിട്ടാൽ മതിയോ എന്നുള്ളത് നിങ്ങൾ പറയണേ, കമൻ്റ് ഇടണേ. അപ്പം അതുപോലെ ചെയ്യാം. ലൈവിൽ പാടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് വരുമ്പോൾ അതിൽ ശ്രദ്ധിച്ചു പോകും. അപ്പോൾ എൻ്റെ പാട്ടിൻ്റെ ആ രീണം അങ്ങ് പോവും, താളവും പോവും. റഷീദയും സജീനയൊക്കെ വന്ന് അയ്യോ അണയ്ക്കുന്നടി. എൻ്റെ കുട്ടിക്ക് വെള്ളം വെച്ചു കൊടുത്ത ദിവസം അവളെ ഫുഡിൻ്റെ പാത്രമില്ലേ അത് കഴുകിയിട്ട്, അച്ചോ അത് കഴുകിയിട്ട് അതിന് വെള്ളം കൊടുക്കുക അവളെ ഫുഡിൻ്റെ പാത്രത്തിൽ. അമ്പോ പാവട്ടോ, അടയ്ക്കുന്ന നോക്കി എൻ്റെ കുഞ്ഞ്. അച്ചോടാ, നീലൂട്ടിയാ എവിടെ പോയി? അയ്യോ, എനിക്ക് വയ്യേ, എനിക്ക് ഇച്ചിരി വെള്ളം തായേ, എനിക്ക് മേലേ. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇവക്ക് ഇതിനെക്കാട്ടൊക്കെ ഇഷ്ടം ഏതാണെന്നറിയോ? ഇവക്ക് ദേവൂട്ടിൻ്റെ ബുഷാണ്. കളിയുണ്ട്. എൻ്റെ പൊന്നുമക്കളെ എന്നാ ഭംഗി എന്ന് പറയാം. ഈ വെള്ളമൊക്കെ വെച്ച് കൊടുത്താണ്ടല്ലോ ഇവിടെ തട്ടി മറിച്ച് കളയും. കുഞ്ഞു വെള്ളം കുടിച്ചേ. കുടിക്കുകയാണോ? അയ്യോടാ, ദേവുവിൻ്റെ നോട്ടം കണ്ട. അയ്യോ, ഇന്ന് 4:30 തോന്നുട്ടോ ദിവസം ഡാൻസ്. ഇന്ന് പോകണം എന്തായാലും. ഇന്നലെ ടീച്ചർ ചോദിച്ചായിരുന്നു എന്താ വരാതെ. എന്നെ വയ്യാത്തോണ്ടായിരുന്നു. ഞാൻ നാളെ വിടാം. നിലുട്ടിയേ കഴിഞ്ഞിട പൊന്നെ. പാടികൾ കാറ്റിൻ കല്ലോലിനി സംഗീതം. കളിക്കുന്നില്ല? കളി നിർത്തിയോ? നിർത്തിയെങ്കിലെന്തേ ദേവൂട്ടി ഉണ്ടല്ലോ രാവിലെ എൻ്റെ കൂടെ എഴുന്നേറ്റില്ല. എൻ്റെ മോള്, എൻ്റെ നീലൂട്ടി മോള്, എൻ്റെ മോള് രാവിലെ എൻ്റെ അമ്മോ അണക്കിഞ്ഞ് കളിപ്പിക്കല്ലോ മോളെ. അണക്ക് മാറട്ടെ. മതി, റെസ്റ്റ് എടുക്ക്. ഇങ്ങ് വാ പൊന്നിങ്ങ് വാ. എവിടെ പോണേ? അയ്യോടാ, നന്നായിട്ട് അണച്ചു കേട്ടോ. അങ്ങനെ കരയ്ക്കുമ്പോണ്ടല്ലോ അവരെ കളിപ്പിക്കരുതേ, പാവം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ എന്തെടുക്കുക? ഇന്ന് ഞായറാഴ്ച കണ്ട എൻ്റെ തലയിൽ ഞാൻ നന്നായിട്ട് എണ്ണ തേച്ചു. ദേവ് എണ്ണ എടുത്തിട്ട് വാ. ദേവിൻ്റെ തലയിൽ വെക്കണം. എണ്ണ വെക്കണം, എന്നിട്ട് ഷാമ്പൂ ഇട്ട് കുളിക്കണം. വാ, എണ്ണയും എടുത്ത്. നീ എൻ്റെ തലയിൽ എണ്ണ വെക്കുന്ന കണ്ടില്ല എന്ന് പറയണ്ടല്ലോ അവളെ. എന്താ അവളെ നീലി കിടക്കുന്നേ. എടുത്തിട്ട് വാ, എണ്ണ എടുത്തിട്ട് വാ. ഉണക്കിയോ നീല്? ഉണക്കിയുടെ നീലമോളെ ഫാനിൻ്റെ കാറ്റ് വേണം. ഇവിടെ വാമളെ. എൻ്റെ മേലിങ്ങനെ ചാരി കുത്തില്ല. നമ്മളെങ്ങനെ തേക്കും മാറും.
ഈ സോഫേന്റെ മേലുള്ളൊക്കെ അയക്കാനുള്ള ഡ്രസ്സാണ്. അയ്യോ സോഫേന്റെ മേലെ നിറച്ചും വാരിയിരിക്കുന്നത് എൻ്റെ മുഖം കണ്ട ഒന്നുമില്ല. ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, കേൾക്കേണ്ടത്. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതി വെച്ച് കിട്ടും. അപ്പം എനിക്ക് ലൈവിൽ പാടണമെങ്കിൽ അന്നേരം, അപ്പം എനിക്ക് പിന്നെ ഇതിൽ എന്താ പറയുക, ലൈവിൽ പാടണമെങ്കിൽ അന്നേരം പറഞ്ഞാൽ മതി, ഞാൻ പാടാം. ഇതിപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ പെട്ടെന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ പാടാം, നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയണം. ഓക്കെ, നിന്നെ പിടിച്ചാൽ മതി. വർത്താനൊന്നും പറയരുതേ. ഓ ശരി മാഡം. താനാരോ 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 തന്നാരോ താനാരോ തന്നാരോ താനാരോ തന്നാരോ. എന്തിനാടി പൊന്നുമോളെ ഇങ്ങനെ നീ കരയണത്? എന്തിനാടി പൊന്നുമോളെ ഇങ്ങനെ നീ കരയണത്? എന്നോടൊന്ന് ചൊല്ലിയട്ടെ, എന്നോടൊന്ന് ചൊല്ലിയട്ടെ, നിന്നോട് സങ്കടം ചൊല്ലിയട്ടെ, നിന്നോട് സങ്കടം ചൊല്ലിയട്ടെ. എന്തിനടി പൊന്നുമോളെ ഇങ്ങനെ നീ കരയണത്? എന്തിനടി പൊന്നുമോളെ ഇങ്ങനെ നീ കരയണത്? നിന്നോട് സങ്കടം മാറ്റുവാനായി അമ്മയായി കൂടെയില്ലേ? നിന്നുടെ സങ്കടം മാറ്റുവാനായി അമ്മയല്ലേ കൂടെയുള്ളൂ? അച്ഛനായും അമ്മയായും രണ്ടുമായി ഞാൻ കൂടെയില്ലേ? അച്ഛനായും അമ്മയായും രണ്ടുമായി ഞാൻ കൂടെയില്ലേ? എന്തിനടി പൊന്നുമോളെ എങ്ങനെ നീ കരയണത്? എന്തിനടി പൊന്നുമോളെ ഇങ്ങനെ നീ കരയണത്? നിന്നോട് സന്തോഷം കാണാനാണ് അമ്മയ്ക്ക് ഏറെ ഇഷ്ടമെന്ന്. നിന്നോട് സന്തോഷം കാണാനാണ് അമ്മയ്ക്ക് ഏറെ ഇഷ്ടമെന്ന്. എന്നിട്ടും എന്തിനാണ് എന്നോട് മോൾ പൊട്ടി പൊട്ടി കരയണത്? എന്നിട്ടും എന്തിനാണ് എന്നോട് മോൾ പൊട്ടി പൊട്ടി കരയണത്? എന്തിനാണ് പൊന്നുമോളെ എന്തിനാടി പൊന്നുമോളെ ഇങ്ങനെ നീ കരയണത്? എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഇന്ന് രാവിലെ എനിക്കിങ്ങനെ ഓരോ മൂളിപ്പാട്ട് ഇങ്ങനെ പാടിയപ്പോൾ പെട്ടെന്ന് കിട്ടിയതാണ്. അപ്പം ഞാൻ എഴുതി വെച്ചു, എന്നിട്ട് ഞാൻ പാടി കളിയാക്കല്ലേ. അപ്പം നിങ്ങളിത് അഭിപ്രായം പറയണം കേട്ടോ. എനിക്ക് ചമ്മലുണ്ട്. ഇതുപോലെയൊക്കെ ഞാനിതിന് പണ്ടൊക്കെ ഒരു വർഷം മുന്നൊക്കെ എഴുതി ഇതുപോലെയൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ആക്ഷൻ കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം. നിങ്ങളെ അഭിപ്രായം പോലെ ഇരിക്കും ഇനി മുന്നോട്ട്. ഞാൻ ഇതുപോലെയൊക്കെ ഓരോന്ന് എഴുതി പാട്ടുകൾ ഉണ്ടാക്കും. പാട്ടുകൾ എന്നൊക്കെ പറയല്ലേ, നാടൻ പാട്ട്. ഇതെൻ്റെ മോൾക്ക് വേണ്ടി എഴുതിയതാണ്. അതിൻ്റെ വരികൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. കേൾക്കണോ? പൊന്നുമോളെ ഇങ്ങനെ നീ കരയണത്? എന്തിനാടി പൊന്നുമോളെ ഇങ്ങനെ നീ കരയണത്? എന്നോടൊന്ന് ചൊല്ലിക്കോട്ടെ, എന്നോട് നിന്നോട് സങ്കടങ്ങൾ. എന്നോടൊന്ന് ചൊല്ലിയാട്ടെ, നിന്നോട് സങ്കടം ചൊല്ലിയാട്ടെ. നിന്നോട് സങ്കടം മാറ്റുവാനായി അമ്മയല്ലേ കൂടെയുള്ളൂ? അച്ഛനായും. ആ വരി ശ്രദ്ധിക്കണം കേട്ടോ. നോട്ട് ദ പോയിന്റ്. ദേവു ദേവു എന്നെ കാണിക്കണ്ട. വരിയുണ്ട്. അമ്മയായും അച്ഛനായും രണ്ടുമായി ഞാൻ കൂടെയില്ലേ? എന്തിനാടി പൊന്നുമോളെ ഇങ്ങനെ നീ കരയണത്? അപ്പോൾ ഇതാണ് പാട്ട്, നാടൻ പാട്ട് എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. അതുകൊണ്ട് നിങ്ങൾ എന്നോട് എഴുതി കമൻറ്റ് പെട്ടെന്ന് ഇടണം. ക്ഷമയൊന്നും ഇല്ലാത്തതാണ്. അല്ലാതെ പോട്ടെ. ദേവന് ഇഷ്ടമായ? എനിക്കിഷ്ടായി. അപ്പൊ അത് പറയണ്ടേ.